ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നതാണ് ഇപ്പോൾ അക്ഷയ എന്ന് പറഞ്ഞ പെൺകുട്ടി. എന്താ സംഭവം? ഞാൻ വോട്ട് ചെയ്യാനായിട്ട് 1:30ക്ക് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞതാണ്. കൈക്ക് എന്ത് പറ്റിയതാ? മിക്സിയുടെ ജാറിൻ്റെ ഇടയിൽ കുടുങ്ങിയതാണ്. അപ്പോൾ 10-15 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആള് പറഞ്ഞു ഇത് തുറന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു വേറെ പേരിൽ വോട്ട് ചെയ്യുകയെന്ന്. പക്ഷേ ആള് അങ്ങനെ ചെയ്യാൻ നിയമമില്ല എന്നാണ് പറഞ്ഞത്. ആരങ്ങനെ പറഞ്ഞത്? പ്രിസൈഡിംഗ് ഓഫീസർ. അതെ, പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു 1:30ക്ക് വന്നിട്ട് ഇത് ഇത്ര നേരം വരെ കൂടി ഇരുന്നിട്ട് ഒരു നടപടി ആയിട്ടില്ല. ഇല്ല, നടപടി ആയിട്ടില്ല. ഓഫീസർമാരെയൊക്കെ വിളിച്ചു, പക്ഷേ ആള് സമ്മതിക്കുന്നില്ല, മാഡം സമ്മതിക്കുന്നില്ല. അപ്പൊ അവരെന്താ പറയുന്നതിന്? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാനാണോ പറയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു നടപടിയാണ് ആള് എടുക്കുന്നത്. ഇപ്പൊ 5 മണി കഴിഞ്ഞിരിക്കുന്നു, ഇത്ര നേരമായിട്ടും വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഒരു ചോദിച്ചു. ഇങ്ങനെ പരിക്ക് പറ്റിയവരെ ഓരോ രേഖകൾ വേണമെന്ന് പറഞ്ഞു, പക്ഷെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ആള് സമ്മതിക്കുന്നില്ല. ഡോക്ടറെ ഇത് എത്ര നാളായി പറ്റിയിട്ട്? ഇതിപ്പോ 4 ദിവസം ഇത് പറ്റിയിട്ട്. അപ്പൊ ഒരു 1.5 മിനിറ്റ് ഡ്രസ് ചെയ്യണം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ ആള് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല. ശരി, കുഞ്ഞായിട്ടാ വന്നിരിക്കുന്നത്. അതെ, കുഞ്ഞുമായിട്ട്. ഇത്ര നേരം 1:30ക്ക് വന്നിട്ട് ഇത്ര നേരം ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണ്. അതെ, ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ അവര് സമ്മതിക്കുന്നില്ല, ഒന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഒരു തീരുമാനമാവുന്നവരെ ഇവിടെ ഇരിക്കും. അതെ, വോട്ട് ചെയ്യുന്നിട്ട് പോകുന്നുള്ളൂ. മാധു, വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. 1:30ക്ക് വന്നു, ഒരാളുടെ വിരലിൽ പരിക്ക് പറ്റിയാൽ ആ പരിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ കാണിച്ച് ബോധ്യപ്പെടുത്താൽ വോട്ട് ചെയ്യാവുന്ന സാധ്യതയുള്ള വി എസ് സുനിൽകുമാർ തന്നെ ഉണ്ട്. അല്ല, ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തെറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വോട്ടവകാശമുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം. അയാൾ തന്നെയാണോ, അയാളുടെ പകരം വേറെ ആരും വോട്ട് ചെയ്തിട്ടുണ്ടോ, അവിടെ ഇരിക്കുന്ന ഏജന്റുമാർക്ക്, മറ്റ് രാഷ്ട്രീയ ഏജന്റുമാർക്ക് എന്തെങ്കിലും പരാതി, ഇതൊന്നും അവിടെ ഇല്ല. ആർക്കും പരാതിയില്ല. എന്ന് മാത്രമല്ല അവർക്കൊക്കെ അറിയുന്ന കുട്ടിയാണ്. അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ അവർ ഈ കുട്ടിയുടെ ഇടത്തെ കൈവിരൽ മിക്സിയിൽ കുടുങ്ങി ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്ന വിരലാണ്. അത് ഡോക്ടർമാർ പോലും അത് അഴിച്ചു പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിട്ട് പോലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിൽ ഒരു ആളുടെ വോട്ടവകാശം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ്, പൗരാവകാശ ലംഘനമാണ്. ഇപ്പോൾ ആളുകൾ പ്രതിഷേധമായിട്ട് പുറത്ത് ആളുകൾ വരുന്നുണ്ട്. എന്താണ്? അല്ല, ഇത് ഒരു സ്വാഭാവികമായ ന്യായമായ നീതി നടപ്പാക്കണം. ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അടുത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? രാജ്യവ്യാപകമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നിങ്ങളെല്ലാവരും വന്ന് വോട്ട് ചെയ്യൂ, ആരും വോട്ട് ചെയ്യാതിരിക്കരുതെന്നാണ്. ഈ കുട്ടി 1:30 മണി മുതൽ ഇവിടെ ഇരിക്കുകയാണ്, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആർക്കും ഒരു എതിർപ്പുമില്ല. ഐഡന്റിറ്റി ക്ലിയർ ചെയ്യുന്ന നിലയ്ക്ക് വിരലിലൊരു മുറിവ് മാത്രമാണ് ഇവിടെ. അതാണ്, അവർക്ക് വേണമെങ്കിൽ ഇടത്തെ കയ്യിൽ തന്നെയുള്ള മറ്റു വിരലിൽ ഇത് പതിക്കാനുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ടായിട്ട് പോലും അവർക്ക് ബോധ്യപ്പെടണം എന്നാണ് പറയുന്നത്. ഇത് അഴിച്ച് ബോധ്യപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഈ നിരവധി സ്റ്റിച്ച് ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. 15 സ്റ്റിച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് 15 സ്റ്റിച്ച് ഉണ്ടെന്ന് പറയുന്നു. മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് മറ്റ് പ്രിസൈഡിംഗ് ഓഫീസർമാരെല്ലാവരോട് വന്ന് പറഞ്ഞു ഇത് സാധാരണ ചെയ്യാവുന്നതാണ്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് റിട്ടേണിംഗ് ഓഫീസർ ഇവിടെ വന്ന് റിട്ടേൺ ആയിട്ട് എനിക്ക് എഴുതി തന്നാൽ മാത്രമേ ഞാൻ വോട്ട് ചെയ്യാൻ അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള ശ്രമം അവർ നടത്തേണ്ടതല്ല. അല്ല, അവരാണുള്ള പരിഹാരം. അവരങ്ങോട്ട് വിളിക്കാൻ തയ്യാറല്ല, അവർ കലക്ടറെ വിളിക്കാൻ തയ്യാറല്ല, ROനെ വിളിക്കാൻ തയ്യാറല്ല, ആരെയും വിളിക്കാൻ അവർ തയ്യാറല്ല. എൻ്റെ നിയമം എനിക്ക് മാത്രം അധികാരപ്പെട്ട കാര്യമാണെന്നുള്ള നിലയിലിരിക്കുകയാണ്. ഇവർക്കല്ല അധികാരം, നിയമത്തിനാണത്. ഒരു നിയമം ഒരു പൗരൻ്റെ വോട്ടവകാശം നിഷേധിക്കാൻ പറയുന്നില്ല. എങ്ങനെയെങ്കിലും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ അതിന് പോലും അവർ സമ്മതിക്കുന്നില്ല. അതാണ് മാധു, ഇത് ഒരു വളരെ വിചിത്രമായ സംഗതിയായി പോകുന്നു. 1:30ക്ക് ഉണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത്ര നേരം വരെയായിട്ട് ആരും ശ്രമിക്കുന്നില്ല. മാത്രമല്ല, ഭക്ഷണം പോലും കഴിക്കാതെ കൊച്ചു കുഞ്ഞുമായി വന്ന അക്ഷയ എന്ന പെൺകുട്ടി ഇവിടെ ഇരിക്കുകയാണ്. സ്വാഭാവികമായും ആർക്കെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലൊരു വാദം ഉണ്ടാകും. പക്ഷേ ഇവിടെ 3 മുന്നണികളും ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. സ്വാഭാവികമായ നീതി നടപ്പാക്കണമെന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഉയർന്ന പരാതി. മാധു.